കായികമായാലും കലാവിനോദമായാലും എന്തിനി മാറ്റിവെക്കണം. ആ ദിനങ്ങൾ ഞാനിപ്പോൾ ആസ്വദിക്കുന്നു സിലിൻഡ റീയൂസബിൾ മെൻസ്ട്രൽ കപ്പിനൊപ്പം. മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കുന്ന സിലിൻഡ റീയൂസബിൾ മെൻസ്ട്രൽ കപ്പ് പാഡുകളേക്കാൾ സുരക്ഷിതവും ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. സ്റ്റെറിലൈസ് ചെയ്ത് 10 വർഷം വരെ ഉപയോഗിക്കാം. ആധുനികമാകട്ടെ ആർത്തവവും. ഉപയോഗിക്കൂ സിലിൻഡ റീയൂസബിൾ മെൻസ്ട്രൽ കപ്പ്. Matrimony, events planning, venue selection, theme wedding, destination wedding, wedding design and execution, wedding invitation cards, photography and videography, catering and transportation. Namaste Wedding Events and Matrimony near Attukal Devi Temple, Thiruvananthapuram. Contact 94970 93803 8078 73199. ഇതിൽ 50,000 രൂപയുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ മാനപ്രശ്നമാണ്. നീ എങ്ങനെയെങ്കിലും ഒതുക്കി തരണം. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പോകും. എന്നാൽ ശരി, കാണാം. ശരി, നാളെ കാണാം. ഇത് അഞ്ചുതലപ്പന ദേശം. ഈ കാണുന്ന അഞ്ചുതലപ്പന തന്നെയാണ് ഈ ദേശത്തിന് ഇങ്ങനൊരു പേര് സമ്മാനിച്ചത്. അഞ്ചുതലപ്പനയുടെ കുറച്ച് മാറി കാണുന്ന ഈ കുളവും അറിയപ്പെടുന്നത് അഞ്ചുതലപ്പന കുളം എന്ന് തന്നെ. ഈ ദേശത്തിൻ്റെ കാവലാളായ ഫണമുഖത്തമ്മയുടെ മറ്റൊരു രൂപമാണ് അഞ്ചുതലപ്പന എന്ന് ദേശവാസികൾ വിശ്വസിച്ചു പോന്നിരുന്നു. അവർ തങ്ങളുടെ പരാതികളും പരിഭവങ്ങളും പറയുവാൻ ഈ അഞ്ചുതലപ്പനയുടെ ചുവട്ടിൽ വരാറുണ്ടായിരുന്നത്രേ. എന്നാൽ കുറച്ച് വർഷങ്ങളായി അഞ്ചുതലപ്പനയുടെ പരിസരത്ത് ആരും പോകാറില്ല. രാത്രികാലങ്ങളിൽ അഞ്ചുതലപ്പനക്കുളത്തിൽ ആരും കുളിക്കാനും വരാറില്ല. അഞ്ചുതലപ്പനയുടെ പരിസരഭാഗത്ത് രാത്രികാലങ്ങളിൽ ഭയപ്പെടുത്തുന്ന രൂപങ്ങളും ശബ്ദങ്ങളും ദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നതായി പറയുന്നു. പലതരത്തിലുള്ള കെട്ടുകഥകൾ പ്രചരിക്കുന്ന ദുരൂഹതകൾ ഏറെയുള്ള അഞ്ചുതലപ്പന ദേശത്തിലേക്ക്. നീ ഇവിടെ നിൽക്ക്. ആരെങ്കിലും വന്ന സിഗ്നൽ അറിഞ്ഞേ. പെട്ടെന്ന് വരൂടെ. കാര്യം കഴിഞ്ഞ ഉടനെ വരാം. ഏവേത് എന്തിനാണ്? കുറേ നേരം ആയല്ലോ. എനിക്കാണെങ്കിൽ പേടിയാവണം. അകത്തെന്താണോ നോക്കാം. ക്ലൈമാക്സ് ഒന്നും ഒരു സുഖമില്ല. ലാലേട്ടുള്ളോട്ട് പടം ഓടുമായിരിക്കും. നിനക്ക് എന്ത് തോന്നണം?
ക്ലൈമാക്സിന് എന്ത് കുഴപ്പം? എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ എന്തോ ആരാ നിക്കണല്ലോ അവിടെ. ആരാ അത്? കള്ളനാ അത്. ഇറങ്ങി ഓടിക്കും, നാട്ടുകാരെ ഉണ്ട്. നില്ലടാ അവിടെ. അയ്യോ ഇനി അങ്ങോട്ട് പോകണ്ട. പറ്റിയ സ്ഥലത്തേക്ക് അവന്മാരൊന്ന് കയറിയത്. നാളെ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. അയ്യോ അയ്യോ പയ്യെ അവന്മാരിയാക്കും. ഞാനാ പറ്റിയ സ്ഥലത്താ വന്ന കയറിയത്. ആ നാട്ടുകാരെ തെണ്ടിട്ട് പോയാലോ? വാളിയാ, നമുക്ക് പോവാം. ആ മക്കളെ നീ എവിടെ എത്തി? അമ്മ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കണേ. ഫുഡെല്ലാം ഇവിടെ റെഡിയാണ്, നീ ഇങ്ങ് വേഗം വന്നാ മതി. വാടാ പോവാം. നീ എവിടെ പോയിരുന്നേ? ആ ബിജു എവിടെ? അവൻ പനി പിടിച്ച് കിടക്കുക. എന്ത് പറ്റി? ഒന്നും പറയണ്ട. ഇന്നലെ ഞാനും ബിജു കൂടി രാത്രി രമ്യയുടെ വീട്ടിൽ പോയി. അവിടെ വെച്ച് നാട്ടുകാർ നോക്കി. എന്നിട്ട് ഞങ്ങളിറങ്ങി ഓടി. ചെന്ന് കയറിയത് 5 നിലപ്പന കാട്ടി. അയ്യോ, നമ്മളൊക്കെ ഭയപ്പെടുന്ന പോലെ അവിടെ എന്തോ ഉണ്ട്. ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. തലനാഴിക രക്ഷപ്പെട്ടത്. ആണോ നിങ്ങളല്ലാണ്ട് ആ സമയത്ത് അവിടെ ആരെങ്കിലും ചെന്ന് കയറുമോ? ആ അളിയാ. എടാ പ്രകാശ. ആ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ വഴിയാ? ആടാ വരണ വഴിയാ. ഇതാരാ? യവനെന്റെ ചങ്ക് ബ്രോ നിരഞ്ജൻ. ആ യവനെന്താ അണ്ടി പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നത്? എന്തു പറ്റിയടാ? അവ ഇന്നലെ ആ 5 തലപ്പാനക്കാട്ടിൽ വെച്ച് പ്രേതത്തെ കണ്ടെന്നു. ആ ബസ്റ്റ്. നിനക്കൊക്കെ നാണമില്ലടാ ഇന്നത്തെ കാലത്ത് പ്രേതം ഭൂതം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ. പുവർ ഗൈസ്. ഞാൻ ഇറങ്ങുവാണേ. ആ ശരി. മുരളി വാ. ആ അച്ഛനതെങ്ങോട്ടാ? ഒന്ന് ജോൾസിന്റെ അടുത്ത് വരെ പോവുക. ആ ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ശരി, നിങ്ങൾ കയറിയിരിക്കേ. കേറി വാ മക്കളെ. ഒളി വൈബളിയാ. ഇരുന്നോളൂ. ആ പറഞ്ഞോളൂ. തിരുമേനി, കുറച്ച് ദിവസങ്ങളായി ഉറക്കം തീരെ കിട്ടുന്നില്ല. ഉറക്കം വരുമ്പോഴൊക്കെ ദുസ്വപ്നങ്ങളാ കാണുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് എൻ്റെയും. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരു ദുരാത്മാവാണ്. അതിന്റെ സാന്നിധ്യം ഇവിടെ കാണുന്നു. ദുരാത്മാവോ? അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷൻ അതിദാരുണമായി 5 തലപ്പനയുടെ താഴെയുള്ള കുളത്തിൽ മരണപ്പെട്ടു. അയാളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയാണ്. ആ ദുരാത്മാവിനാൽ ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. ആ ദുരാത്മാവ് തന്നെയാണ് നിങ്ങളെയും അലട്ടുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണ് തിരുമേനി?
ഒരു സുദർശന ഹോമം വേണ്ടി വരും. ഇച്ചിരി പണച്ചെലവുള്ള കാര്യമാണ്. ഒരു 2 ദിവസം കഴിഞ്ഞ് വരണം. ഞാനൊരു ഏലസ് ജപിച്ചു വച്ചേ. അത് ധരിച്ചാൽ ഈ ദുരാത്മാവിൻ്റെ ശല്യം ഒരു പരിധി വരെ തടയാം. പക്ഷേ ഒരു 2 ദിവസം പരമാവധി നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കണം. ഈ ദുരാത്മാവ് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഒരു അപകടവും നാം മുന്നിൽ കാണുന്നു. ഒരു കാര്യം കൂടി, ഇനി വരുന്ന 2 ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം ഈ 5 തല പന കുളത്തിന് സമയം നിങ്ങളാരും പോകരുത്. അളയാ, ഇവിടെ ഒരു സൂപ്പർ സ്ഥലമുണ്ട്, 5 തലപ്പന. ഏത് രാവിലെ പിള്ളേര് പറഞ്ഞ സ്ഥലോ? ആ, അത് തന്നെ. അവിടെ എന്തോ നിഗൂഢത ഉണ്ടെന്നല്ലേ കേട്ടത്? അതൊക്കെ ഈ മണ്ടന്മാര് നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന ആളെയാ. അവിടെ 2 പേര് മരിച്ചു എന്നുള്ളതാ, അതും രാത്രിയിൽ. ആ സംഭവത്തിന് ശേഷം അതുവഴി പോകുന്നവരൊക്കെ എന്തൊക്കെയോ കണ്ട് പേടിച്ചെന്നൊക്കെയാ പറയണേ. അതൊരു കഥയായി, ഒരു മണ്ടൻ കഥ. പറഞ്ഞു കേട്ടിട്ട് നല്ല പേടി തോന്നുന്നു. അത് ശരി, ഈ ബോഡിയും വെച്ചോണ്ട് ഇത് നിനക്ക് പറയാൻ നാണമില്ലടാ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അവിടെ ഒരു കുളമുണ്ട്, 5 തലപ്പനക്കുളം. അവിടെ ഇറങ്ങി ഒരു ഗുളിയും പാസ്സാക്കാം. ഇതാ. അത് വേണോ? അത് വേണം. ആന്റി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ, ദൂരോട്ടൊന്നും പോകണ്ട. ആ, ശരി ശരി. ആ, നിക്ക്. എന്തുവാടേ? നീ ഇത് കണ്ടോ? ഇത് പനയല്ലേ? വെറും പനയല്ല, ഇതാണ് 5 തലപ്പന. നീ നേരത്തെ കേട്ട കഥയിലെ ഒരു കഥാപാത്രം. കണ്ടിട്ട് 5 തലയുള്ള പാമ്പിനെ പോലെ ഉണ്ടല്ലോ. ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കണളിയാ, നീ വാ. ഇവിടെ അവന്മാര് പറഞ്ഞ പോലെ എന്തോ പ്രശ്നമുണ്ടാ. ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ്. എടാ, ഇത് അവന്മാര് പറഞ്ഞ നിന്റെ മനസ്സിൽ കിടക്കണോണ്ടാ. ഇവിടെ ഒരു പുല്ലില്ലളിയാ, നീ വാ. വലി നടന്ന് കാല് വേദനിക്കുന്നു. വാ, തിരിച്ചു പോവാം. കുറച്ചുകൂടെ ഉള്ളു, നീ വാ. നീ എന്നെ പോലെ ഒരു യുക്തിവാദില്ലളിയാ. യുക്തിവാദമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയാൻ കൊള്ളാം. ഇവിടെയൊക്കെ കണ്ടിട്ട് എവനെക്കൊണ്ട് 2 അടിച്ചെന്റെ പവറയിലും കാണിക്കുന്നു. ഇത്രയും നേരമായിട്ട് ഒരാളെയെങ്കിലും കണ്ടല്ലോ, സമാധാനമായി. വാടാ, കുളിക്കാം. ഓടാ, ഞാൻ വരുന്നില്ല. ആ, എന്നാ നീ ആ ചേട്ടനൊരു കമ്പനി വിട്, ഞാനൊന്ന് മുങ്ങിട്ട് വരാം. ചേട്ടാ, നിങ്ങൾ വരുന്ന വഴിക്ക് പിള്ളേരെ കണ്ടായിരുന്നോ? ഇല്ല, എന്തു പറ്റി? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ, കൊറേ നേരമായി. എവിടെ പോണെന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല. നോക്കാം. ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? 2 പേർ വരാനുണ്ട്. ഓ, കുളിക്കാനായിരിക്കും അല്ലേ? ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയില്ല ചേട്ടാ? എൻ്റെ പേടിയൊക്കെ പണ്ടേ മാറിയതാ. ചേട്ടാ, ഈ കുളത്തിനെ കുറിച്ചും ഈ പനയെക്കുറിച്ചും എന്തൊക്കെയോ ദുരൂഹതകൾ കേൾക്കുന്നുണ്ടല്ലോ ചേട്ടാ. ചേട്ടൻ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ?
മണിയായിട്ട് എന്താടി ബന്ധം? എനിക്ക് മണിച്ചേട്ടനെ ഇഷ്ടമാ. ജീവിക്കുവാണ് അങ്ങേറൂടെ ജീവിക്കത്തുള്ളൂ. അവൻ വെറും ഒരു പിച്ചക്കാരനാണ്. സ്വന്തമായി വീടോ സ്വത്തോ ഇല്ല. അവന്റെ ജാതി എന്താണെന്ന് അറിയാമോ എനിക്ക്? മണിച്ചേട്ടൻ എന്നെ നന്നായി നോക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാനല്ലേ ജീവിക്കേണ്ടത്. നിന്റെ കല്യാണം ഞാൻ മുരളിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ പൂത്ത കാശുണ്ട്, അറിയാമോ നിനക്ക്? അതൊക്കെ ഞാൻ പറഞ്ഞ കാണും. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ അനിയത്തി ആ മണിയെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല മുരളി. എന്നാ പിന്നെ നമുക്കത് നടത്തി കൊടുക്കാം. ആ മണി ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ മാറി നിൽക്കാം. വാ. മണിയുടെ മരണം നടന്ന 3-ാം നാൾ ഫണമുഖത്തമ്മയുടെ മറ്റൊരു രൂപമാണ് അഞ്ചുതലപ്പനി എന്ന് വിശ്വസിച്ചിരുന്ന ആ അമ്മ മകന്റെ മരണദുഃഖം സഹിക്കാനാകാതെ ആ അഞ്ചുതലപ്പനിയുടെ ചൂട്ടിൽ ഹൃദയം പിടഞ്ഞു മരിച്ചു. തന്റെ പ്രിയതമന്റെ മരണത്തിന് കാരണം സ്വന്തം സഹോദരനെന്ന് മനസ്സിലാക്കിയ ശാലിനി സ്വയം ജീവൻ വെടിഞ്ഞു. മണിയുടെ മരണത്തിന് കാരണക്കാരിൽ ഒരുവനായ മെമ്പർ വാസുവിന് പ്രതികാരദാഹിയായ മണിയുടെ ആത്മാവ് തന്നെ കൊന്ന അതേ രീതിയിൽ തന്നെ വകവരുത്തി. അപ്പോ ബാക്കി 2 പേർ? അതിനല്ലേ നിങ്ങളെവിടെ വരുത്തിയത്?